Hey guys, Namaskaram. ഞാൻ ഹർഷ and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അത് എൻ്റെ ചേച്ചിയുടെ മോളാണോ ഡോക്ടറാണോ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സരോജിനി നഗർ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്ന് അപ്പം അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അധികം ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല, ബേസിക് കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനിരുന്നപ്പോൾ ഈ പുള്ളിക്കാരിയും വന്ന് എന്നോട് പറഞ്ഞു, മാസി ഞാനും വന്ന് ഇരിക്കാം, മീൻസ് ഹിന്ദിയിലാണ് പറഞ്ഞത്, ഞാനും വന്നിരിക്കാം, എനിക്കും വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് രണ്ടുപേരും കൂടി ഇരുന്ന് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാനിപ്പം വീട്ടിൽ വന്ന് അപ്പോൾ വന്ന പാടെ തന്നെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് ഒന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോണിൻ്റെ. അപ്പം ഈ കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ മച്ചിക്ക് കൂർന്ന് വേട്ടാം. अब ठीक है, पकड़ो, ऐसे दिखाना है आपने. ओके, അപ്പം വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സരോജിനി നഗർ എന്ന് പറയുന്ന ഏറ്റവും വിലക്കുറവായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അപ്പം ചീപ്പ് റേറ്റിന് നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചേക്കുന്ന ആദ്യത്തെ ഒരു സാധനമാണ് ഈ ഒരു ഫോൺ കവറ്. ഇതിലിങ്ങനെ ഗ്ലിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഗുഡ് വൈബ്സ് ഓൺലി എന്നും പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ട്രെൻഡിലാണല്ലോ. അപ്പോൾ ഇതിന് 100 രൂപയുള്ളൂ ഈ ഒരു ഫോൺ കവറിന്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്തത് വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ വെക്കുന്ന പോപ്പ് സോക്കറ്റില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് സിമ്പിളായിട്ടുള്ളൊരിത്, ഇങ്ങനത്തെ ഒരു പൂവിൻ്റെ ഷേപ്പിലുള്ളൊരു പോപ്പ് സോക്കറ്റാണിത്. ഇതിന് 50 രൂപയുള്ളൂ വില. അടുത്ത ഐറ്റം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു വാലറ്റാണ്. ഇത് ഇങ്ങനത്തെ ഒരു നല്ല ബ്ലിങ് പോലത്തെ ഒരു റോസ് ഗോൾഡ് കളറിൻ്റെ ഒരു കുഞ്ഞ് ക്ലച്ച് പോലത്തെയാണ്, കുഞ്ഞൊരു വാലറ്റ്, കുഞ്ഞൊരു ക്ലച്ചാണ്. ഇതിന് 100 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഞാനും വാങ്ങിച്ചിട്ടുണ്ട്, സെയിം തന്നെ ചേച്ചിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ ഉള്ളിലൊരു പോക്കറ്റ് ഉണ്ട്, ഇതാ. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ സിപ്പുണ്ട് ആൻഡ് ബാക്കിലും ഒരു സിപ്പുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടിക്കൊക്കെ പോകാനാണെങ്കിൽ ഇത് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം. അടുത്ത ഞാൻ വേറെ ഒരു ബാഗാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതെൻ്റെ നാത്തൂൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട്, പെൺപിള്ളേരാണ്, അവർക്ക് വേണ്ടി വാങ്ങിച്ചേക്കുന്ന ഒരു സൈഡ് സ്ലിംഗ് ബാഗാണ്. ഇത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 100 രൂപയുള്ളൂ വില. ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ലതാണ്. നല്ല ഇതിൽ ഒരു ഉറയുണ്ട്, ഇവിടെ ഫ്രണ്ടിലും ഒരു ഉറയിങ്ങനുണ്ട്, ഫ്രണ്ടിലും ഒരു ഉറയിങ്ങനുണ്ട്. അപ്പോൾ അവർക്ക് കുഞ്ഞു പിള്ളേരാണ്, പെൺപിള്ളേർ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ മേക്കപ്പ് ഐറ്റംസും സാധനങ്ങളൊക്കെ ഇട്ട് സൈഡിൽ തൂക്കിയിട്ടിട്ടൊക്കെ പോകാനാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. പിന്നെ അടുത്തത് ഞാനൊരു ജ്വല്ലറി സെറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിങ്ങനെ വലിയൊരു പെൻഡന്റ് ഉണ്ട് ഇതിൻ്റെ അറ്റത്ത് തന്നെ. ഇത് റെഡ് കളർ ഇങ്ങനെ മുത്തുകളും ഇതിൻ്റെ സൈഡിലും ഇങ്ങനെ കുറച്ച് ഡിസൈനും ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാ സെയിം തന്നെ. അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ, ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യാമെന്നും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് വാങ്ങിച്ചത് തന്നെ. ഇതിന് 100 രൂപയുള്ളൂ മൊത്തം ഇയറിങ്സും ഈ ഒരു സെറ്റും. പിന്നെ വേറൊരു സെറ്റ് ഓഫ് ഇയറിങ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു ഇയറിങ്സ് കേട്ടോ. ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഗണപതിയുടെ ഒരു രൂപമുള്ള ഒരു ഹാങ്ങിങ് ഇയറിങ്സ് ആണ്. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് 30 രൂപയുള്ളൂ. 30 രൂപയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഇയറിങ്സ് അവിടെ കിട്ടിയത്. ഇത് 30 രൂപയാണ്. ഈ ഒരു പീസും 30 രൂപയാണ്. ഇതും ഓക്സിഡൈസ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള, അപ്പോൾ ഇത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. അടുത്തതും ഒരു ഇയറിങ്സ് ആണ്. ഇതിങ്ങനെ സ്റ്റഡ് പോലത്തെ ഇയറിങ്സ് ആണ്. ഇതൊരു ഗോൾഡൻ കളറ് ഉള്ള ഇയറിങ്സ് ആണ്. ഇതിന് 30 രൂപയുള്ളൂ കേട്ടോ. ഈ 3 ഇയറിങ്സിനും 30 രൂപയുള്ളൂ. 30 രൂപ 50 രൂപയ്ക്ക് എന്തും വേണ്ടി
ഇയറിങ്സ് ആണ് കിട്ടുന്നത്. അടുത്ത് ഞാൻ ഒരു 4 ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇതാ ഇത് 4 എണ്ണമാണ്. ഇതിങ്ങനെ ഒരു ചെടി പോലത്തെ, ഇത് ചെറി ബോൺസായി പോലത്തെ. ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ. ഇത് 100 രൂപയ്ക്ക് 4 എണ്ണമാണ് കിട്ടിയത്. അപ്പൊ 100 രൂപയ്ക്ക് 4 എണ്ണം ഇത് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ ഇത് നല്ല രസമായിരിക്കും. അപ്പൊ ഇതായിരുന്നു ഞാൻ അടുത്തത് വാങ്ങിയത്. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഒരു പെയർ ഓഫ് ഫുട് വെയർസ് ആണ്. ഇങ്ങനെ ഗ്രേ കളർ ഒരു കോലാപൂരി പോലത്തെ ഫുട് വെയർ ആണ്. ഇതിന്റെ ഇവിടെ തുണിയാണ് കേട്ടോ. തുണി വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഈ കോലാപൂരീസ് ഒക്കെ ഇടാനായിട്ട്. അപ്പം എനിക്ക് എപ്പോഴും കോലാപൂരീസ് ടൈപ്പ് ചെരുപ്പുകൾ ഇടാനാണ് ഇഷ്ടവും. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് കളറും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് 250 രൂപയുള്ളൂ ഇതിൻ്റെ പ്രൈസ്. അടുത്ത ഞാൻ എൻ്റെ മദർ-ഇൻ-ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ലച്ച് വാങ്ങിച്ച്. നോർമൽ ലേഡീസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ക്ലച്ചാണ്. ഇതിൻ്റെ ന്യൂസ് പേപ്പർ ഒന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല ഇതുവരെ. ഇതിന് 100 രൂപയുള്ളൂ വില. നല്ല റെക്സിൻ പോലത്തെയാണ്. കുഴപ്പമില്ല. അമ്മയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ അർജന്റിൽ പോകേണ്ടി വന്നാൽ ഇത് ജസ്റ്റ് കയ്യിൽ പിടിച്ച അമ്മയുടെ ഫോണും കുറച്ച് പൈസയും ഒക്കെ വേണമെങ്കിൽ ബില്ലും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടൊക്കെ ഇത് കറക്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ എൻ്റെ ആ മദർ-ഇൻ-ലോയ്ക്ക് ഒരു ഷോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ രാവിലെ ഇങ്ങനെ നടക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനിയും തണുപ്പ് വരാൻ പോലെ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ നടക്കാൻ പോകുമ്പോൾ എന്തായാലും ഇത് പൊതിച്ചിട്ട് പോകാമെന്നും വെച്ചിട്ട് ഇതിങ്ങനത്തെ ഒരു ഷോള് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ആനയൊക്കെയാണ് വരച്ചേക്കുന്നത്. അപ്പം നല്ലൊരു ലൈറ്റ് കളറുമാണ്. ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു ഷോളല്ല സ്റ്റോൾ പോലത്തത് ഇട്ടത്. നല്ലതായിട്ട് ചൂടൊക്കെ നിൽക്കും ഇതിന് 150 രൂപയുള്ളൂ ഈ ഒരു സ്റ്റോളിൻ്റെ വില എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എനിക്ക് ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നോർമൽ ഒരു ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെ അംബ്രല്ല സ്ലീവ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കോട്ടൺ മെറ്റീരിയലാണ്. എനിക്ക് നോർമലി എന്തെങ്കിലും കാഷ്വലി ഇടാനായിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിനും 200 രൂപയുള്ളൂ ഈ ഒരു ടോപ്പിൻ്റെ വിലയും. പിന്നെ അടുത്ത ഞാൻ ഒരു ഷ്രഗാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് കുറേ നാളായിട്ട് നല്ലൊരു ഷ്രഗ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് നാട്ടിൽ അവിടെ കേരളത്തിൽ നോക്കിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഓൺലൈനായിട്ട് എനിക്ക് ഷ്രഗ് വാങ്ങിക്കാനും ഒരു മടി. അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് നല്ല ഒരു ഷ്രഗ് കിട്ടിയതാ. ഇതാണ് ഷ്രഗിൻ്റെ ഒരു കളറ്. എൻ്റെ അറ്റത്ത് ഇങ്ങനത്തെ ഈ ഒരു ചെറിയ തുണിയുടെ ടാസൽസ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫുൾ സ്ലീവ്സ് ഷ്രഗാണ്. അപ്പോൾ ഷ്രഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയും ഇടാം. ജീൻസ് ആയാലും ഡ്രസ്സ് ആയാലും നമ്മൾ സ്ലീവ്ലെസ് എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ, സ്ലീവ്ലെസ് ഇട്ട് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് ഈ ഷ്രഗ് ഇട്ടാൽ അത് സ്റ്റൈലും ആവും, പിന്നെ ഒരു കംഫർട്ടബിളും ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷ്രഗ് ഞാൻ വാങ്ങിച്ചത്. ഷ്രഗിനും 150 രൂപയുള്ളൂ വില. ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു സ്ലിംഗ് ബാഗാണ്. ഇതൊരു നേവി ഗ്രീൻ കളറിലെ ഒരു അടിപൊളി ഒരു സ്ലിംഗ് ബാഗാണ്. എനിക്ക് സ്ലിംഗ് ബാഗ്സ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു ഉറയുണ്ട്. ഇവിടെ ഇങ്ങനെ രണ്ട് സ്പേസ് ഉണ്ട് കേട്ടോ. 1 2. പിന്നെ ഇവിടെ ബാക്കിലും ഇതിൻ്റെ പുറകിലും ചെറിയൊരു സിബുണ്ട്. പിന്നെ ബാക്കിലും ഒരു സിബുണ്ട്. അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കൊള്ളും പോലത്തെ സ്പേസ് ഉള്ള ഒരു ബാഗാണ് ഇത്. ഇതിൻ്റെ പ്രൈസും 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ 200 രൂപ 300 രൂപ മാക്സിമം ആണ് ഞാൻ ചിലവാക്കിയത് ഓരോ ഐറ്റമിനും. ഇപ്പം 30 രൂപയ്ക്കൊക്കെ ആണെങ്കിലും നല്ല ഇയറിങ്സ് കിട്ടും. നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടമാനം വാങ്ങിക്കാം. കണ്ണടച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷെ ഞാനിങ്ങനെ കണ്ണടച്ചൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. കാരണം എനിക്ക് തോന്നി എനിക്ക് അത്രയും വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിൽ വരുന്നുണ്ടെങ്കിൽ സരോജിനി നഗറിൽ ഉറപ്പായിട്ടും പോവുക. കാരണം നമുക്ക് കണ്ണടച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ബാർഗെയിനിങ് ആണെങ്കിലും നല്ല ബാർഗെയിനിങ് നടക്കും. ഈ ഒരു ടോപ്പിന് ഒരു 350 രൂപയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറഞ്ഞ് 200 രൂപ നമ്മളൊരു റേറ്റ് പറയും, 200 രൂപയ്ക്ക് തരാമോ? അവർ ഇല്ലയെന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകണം. അവർ പുറകിൽ നിന്നൊക്കെ വിളിക്കും. കാരണം അത്രയ്ക്കും ബാർഗനിങ് നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ സരോജിനി നഗർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് പൈസയ്ക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൽഹിയിൽ വരുന്നുണ്ടെങ്കിൽ സരോജിനി നഗർ മാർക്കറ്റിൽ പോയിട്ട്
സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതിയെന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് ക്വാളിറ്റി ആയാലും നല്ല ക്വാളിറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. വെറൈറ്റി ആണെങ്കിലും ഒരുപാട് വെറൈറ്റി നമുക്ക് കിട്ടും സരോജിനി നഗർ മാർക്കറ്റിൽ. നമ്മൾ രാവിലെ എനിക്കും ചേച്ചിക്കും ആയിരുന്നെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം എടുത്തില്ല. അതല്ല, നിങ്ങളൊരു ഐഡിയ ഇല്ലാണ്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്ത് വേണം, അപ്പം ഞങ്ങൾ ആ ഒരു സെക്ഷനിലോട്ടേ പോയുള്ളൂ. അപ്പോൾ ചേച്ചി ആണെങ്കിൽ ഷോപ്പിങ്ങിൽ വിൻറ്റേഴ്സിൻ്റെ ആണ് കൂടുതൽ വാങ്ങിച്ചത്. കാരണം ചേച്ചി ഇവിടെ നിൽക്കുന്നത് കാരണം ഇനിയും ഈ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനിയും നല്ല വിൻറ്റർ സീസൺ ആണ് ഡൽഹിയിൽ, നോർത്ത് ഇന്ത്യ ഫുള്ളും വരുന്നത്. അപ്പോൾ അത് കാരണം വിൻറ്റേഴ്സിൻ്റെ കുറേ ഐറ്റംസ്, നല്ല അടിപൊളി ജാക്കറ്റ്സ്, മഫ്ലേഴ്സ്, സ്റ്റോൾ, ലോവേഴ്സ്, സ്വെറ്റേഴ്സൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേർക്കുള്ളതാണെങ്കിലും ഇവൾക്കും ഞങ്ങൾ വിൻറ്റേഴ്സിൻ്റെ കുറേ നൈറ്റ് സൂട്ട്സും സ്വെറ്റേഴ്സും ജാക്കറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം വിൻറ്റേഴ്സിൻ്റെയൊക്കെ നല്ല അടിപൊളി സ്റ്റഫ് ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ സമ്മേഴ്സിൻ്റെയൊക്കെ പോയി തുടങ്ങി. അത് കാരണം ടോപ്പിനും കുർത്താസിനും ഒന്നും വലിയ കളക്ഷൻ ഉണ്ടായില്ല. അപ്പം ഉണ്ടായതിൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ടോപ്പൊന്നും. പിന്നെ ഇയറിങ്സ് ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പം ഓൾ ഇൻ ഓൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യത്തെ ഷോപ്പിംഗ്. ഞാനാണെങ്കിൽ കുറേ വർഷം കഴിഞ്ഞിട്ടുമാണ് സരോജിനി നഗർ മാർക്കറ്റിൽ പോയതും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഡൽഹിയിലോട്ട് വരികയാണെങ്കിൽ ഈ മാർക്കറ്റ് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.